ദൂരസ്ഥലങ്ങളിൽ പ്രാരാബ്ധങ്ങൾ കാരണം ജോലി ചെയ്യുന്ന എല്ലാവർക്കും വീട്ടിലോട്ടുള്ളൊരു മടക്കയാത്ര അത് വല്ലാത്തൊരു കൊതിയാണ്. അങ്ങനെ ഒരു യാത്ര ഇന്ന് പുറപ്പെടുകയാണ്. ഏകദേശം 8 മാസത്തിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഞാൻ. ജമ്മുവിൽ നിന്ന് കേരളത്തിലോട്ട്. കൂട്ടിലടച്ച് വളർത്തിയ കിളിയെ പെട്ടെന്ന് തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം എനിക്ക് അനുഭവപ്പെട്ടു. ചുറ്റിനും വല്ലാത്തൊരു തണുപ്പ്. എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന പരമ്പുകളെല്ലാം അടിച്ചു മാറ്റിയതുപോലെ തോന്നി. മെസ്സിലെ ഭക്ഷണം കഴിച്ച് ഒരുപാട് മടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ യാത്ര തിരിച്ചപ്പോൾ മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാതെ അടുത്തുള്ള ഒരു പഞ്ചാബി ധാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. സുഹൃത്തായ അമിത്തുമൊപ്പമായിരുന്നു എൻ്റെ യാത്ര. നല്ല മഴയും പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളും കണ്ണിന് വല്ലാത്തൊരു കുളിർമ നൽകി. നദികളിൽ പലയിടങ്ങളിലും മഴവെള്ളം അതിവേഗം പാഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു. ജമ്മു റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന കവാടമാണിത്. ഇവിടെ എത്തിയ ഉടനെ തന്നെ സർദാർജി കാർ പാർക്കിങ്ങിനായിട്ടുള്ള രസീതുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഞങ്ങളെ ഇറക്കിയ ശേഷം ടാക്സിയുമായി അവർ മടങ്ങി. പലർക്കും ട്രെയിൻ വരാനായിട്ട് ഇനിയും സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങിയത് ആദ്യം തന്നെ കണ്ടത് വൈൻ ഷോപ്പ് എന്ന ഈ ബോർഡാണ്. ജമ്മുവിൽ പൊതുവെ വളരെയധികം റെസ്ട്രിക്ഷൻസോട് കൂടി കുറഞ്ഞ അളവിലാണ് ആർമിക്കാർക്ക് മദ്യം യൂണിറ്റുകൾ നൽകാറുള്ളത്. അവരുടെ ജോലിയെ അത് കാര്യമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരെ ഉന്നം വെച്ചുകൊണ്ടാണ് പ്രത്യേകമായി റെയിൽവേ സ്റ്റേഷന് ചുറ്റും ഇത്തരത്തിലുള്ള വൈൻ ഷോപ്പുകൾ നടത്തിപ്പോകുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും തണുപ്പിനുപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെയും നിരവധി ഷോപ്പുകൾ ഇവിടെ കാണാൻ കഴിയും. റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് 300 രൂപയ്ക്ക് നോൺ എ സിയും 500 രൂപയ്ക്ക് എ സിയും ഡോർമെറ്റ് റൂംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവയെല്ലാം അവധി കഴിഞ്ഞ് മടങ്ങി വരുന്ന പട്ടാളത്തുകാരെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവയാണ്. വഴിയരികിൽ പാനിപ്പൂരി, പാവ് ബജി, പഴവർഗ്ഗങ്ങൾ ഇവയെല്ലാം വിൽക്കുന്ന സൈക്കിൾ ഉന്തുവണ്ടികൾ കാണാൻ കഴിയും. ഇത് ജമ്മു റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ഓട്ടോറിക്ഷ, ടാക്സി, ബസ്, ഇലക്ട്രിക് റിക്ഷകൾ ഇവയെല്ലാം വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. വളരെയധികം പഴങ്ങൾ കച്ചവടം നടക്കുന്ന ഒരു വലിയ മാർക്കറ്റ് കൂടിയാണ് ജമ്മു. ഇവിടെ വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന നിരവധി കടകൾ കാണാൻ കഴിയും. കുന്തിരിക്കം പോലെ എന്തോ ചിലത് കത്തിച്ച് ഈച്ചകൾ വരാതിരിക്കാനും സുഗന്ധത്തിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളിവിടെ നിന്നും മോസമ്പിയുടെ 2 ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. ഒരു ഗ്ലാസ്സിന് 40 രൂപയായിരുന്നു വില. റെയിൽവേ സ്റ്റേഷന് സമീപം 1 കിലോ ആപ്പിള് 40 രൂപയ്ക്ക് വിൽക്കുന്നത് കാണാൻ പറ്റി. ആപ്പിൾ വിൽക്കുന്ന ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. നാട്ടിൽ അതേസമയം 180 മുതൽ 250 വരെ ആയിരുന്നു ആപ്പിളിൻ്റെ വില. തോക്കിന് ലൈസൻസ് നൽകുന്ന ഒരുപാട് ഡീലേഴ്സിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവരെല്ലാം പട്ടാളത്തുകാരെ ടാർഗറ്റ് ചെയ്താണ് ഷോപ്പ് നടത്തി പോകുന്നത്. ഇവിടെ ഏറ്റവും വിലക്കുറവിൽ ആപ്പിളുകൾ വിൽക്കുന്ന ഒരു കടയാണിത്. ഇവിടെ ഒരു പെട്ടി ആപ്പിളിന് 300 രൂപയാണ് ഈടാക്കുന്നത്. ഒരു പെട്ടി ആപ്പിളിൽ 10 കിലോ ആപ്പിളാണ് വരുന്നത്. ഇത് 3 അടുക്കുകളായിട്ട് ഇതിൽ അടുക്കി വച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് പുറത്തെടുത്ത് പരിശോധിച്ച് വാങ്ങാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് ഈ ആപ്പിളിനാണ് 180 മുതൽ 240 രൂപ വരെ ഈടാക്കുന്നത്. ഇനിയെന്നു കാണും ഞാൻ ഇതു നേരമേ
സ്റ്റേഷന് പുറത്തൊക്കെ കറങ്ങി കണ്ടതിന് ശേഷം സ്റ്റേഷനിലുള്ളിലോട്ട് കയറാനായി ഞങ്ങൾ തീരുമാനിച്ചു. ട്രെയിൻ വരാൻ ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട്. അതിനു മുമ്പായിട്ട് ഭക്ഷണം കഴിക്കണം. അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് നോക്കി നടന്നു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിനുള്ളിൽ ഞങ്ങൾ കടന്നു. മെനു കാർഡ് മൊത്തം പരിശോധിച്ച് ചപ്പാത്തിക്കും മഷ്റൂം കറിക്കും ഞങ്ങൾ ഓർഡർ നൽകി. അതിനോടൊപ്പം സലാഡ് ഞങ്ങൾക്ക് കിട്ടി. രാവിലത്തെ ഭക്ഷണത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ കഴിക്കുന്ന ഈ ഭക്ഷണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്തുള്ള ഒരു ഗാർഡനിൽ ഒരു മരത്തിൻ്റെ തണലിൽ 10 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു. അമിതിൻ്റെ ട്രെയിൻ വരാൻ സമയമായി. ഞങ്ങൾ ഉള്ളിലോട്ട് കടന്നു. 8 മാസം ഒരേ റൂമിലാണ് ഞാനും അവനും താമസിച്ചിരുന്നത്. അവൻ്റെ ട്രെയിനെത്തി. എന്നെ പിരിയുന്ന വിഷമമുണ്ടായിരുന്നെങ്കിലും നാട്ടിൽ പോകുന്ന സന്തോഷമായിരുന്നു കൂടുതൽ. അധികം വൈകാതെ തന്നെ എനിക്ക് പോകാനുള്ള ട്രെയിനും എത്തി. അങ്ങനെ ജമ്മു തവിയിൽ നിന്നും നാട്ടിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങി. സീറ്റിലിരുന്നതും ബെഡ്ഷീറ്റും കമ്പിളിയും എല്ലാം തന്നെ കൊണ്ടുവന്നു തന്നു. വളരെ വൃത്തിയുള്ള നല്ലൊരു ട്രെയിനായിരുന്നു. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡെല്ലാം നേരത്തെ കഴിച്ചതുകൊണ്ട് ഞാൻ ഒരു മയക്കത്തിലോട്ട് കടക്കാൻ ശ്രമിച്ചു. രാത്രി ഏതോ ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോഴേക്കും ട്രെയിനിൽ ചെറിയ രീതിയിൽ തിരക്കനുഭവപ്പെടാൻ തുടങ്ങി. ആളുകൾ സ്റ്റോപ്പുകളിൽ നിന്ന് കയറാൻ തുടങ്ങി. പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കെ ചെറുതായി വിശപ്പ് തോന്നി. എന്നാൽ ഇനി ഫുഡും കഴിച്ച് ഒന്ന് കിടന്നുറങ്ങണം എന്ന് ചിന്തിച്ച് ചപ്പാത്തിയും സബ്ജിയും പിന്നെ കുറച്ച് പഴവും ഞാൻ മേടിച്ചു. അതും കഴിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഒരു ടെൻഷനുമില്ലാതെ സമാധാനമായി ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കേരളത്തിനെ അനുസ്മരിപ്പിക്കുന്ന കുറച്ച് ഹരിതപൂർണമായ കാഴ്ചകൾ കണ്ടാണ് ഞാൻ ഉണർന്നത്. തയ്യാറാകാനായി ടോയ്ലറ്റിലോട്ട് പോയപ്പോഴാണ് തറയിലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ശ്രദ്ധിച്ചത്. അവരുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. ഞാൻ രാവിലെ കഴിക്കാനായി വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുത്തു. തറയിലിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അവരെ കണ്ടപ്പോൾ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എൻ്റെ അമ്മയാണ് എനിക്ക് ഓർമ്മ വന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 50 രൂപ ഞാൻ അവർക്ക് നൽകി. അത് വാങ്ങിയപ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. തലേ ദിവസം രാത്രി മുതൽ അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ടോയ്ലറ്റിൽ നിന്നും തിരികെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ സീറ്റ് ഏതോ ഒരു സ്ത്രീ കൈക്കലാക്കിയിരിക്കുന്നു. സ്ത്രീ ആയതിനാൽ തന്നെ ഞാൻ അവിടെ നിന്ന് മാറി പുറത്തുള്ള കാഴ്ചകൾ നോക്കി നിൽക്കാൻ തുടങ്ങി. കർണാടക എത്തിയെന്ന് തോന്നുന്നു. നല്ല മഴ പെയ്യുന്ന സീസണായതുകൊണ്ട് പുറത്തൊക്കെ നല്ല തണുപ്പും നല്ല കാഴ്ചകളും ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമുള്ള ലീവായതിനാൽ നാട്ടിൽ പോകുന്നതും വീട്ടുകാരെ കാണുന്നതും അമ്പലത്തിലും ഉത്സവങ്ങളിലും കല്യാണങ്ങളിലും എല്ലാം പങ്കെടുക്കുന്നതും ആലോചിച്ച് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആൾക്കാർ ഓരോരോ സാധനങ്ങൾ കച്ചവടം നടത്തുന്നതും കഴിക്കാനായി കൊണ്ടുവരുന്നതും ഓരോരോ സ്റ്റോപ്പുകളിൽ നിന്ന് വ്യത്യസ്ത ഇനം ആഹാരങ്ങൾ ആൾക്കാർ വാങ്ങുന്നതും എല്ലാം ഞാൻ നോക്കിക്കണ്ടു. എവിടെയോ കുറച്ചു നേരം ട്രെയിനൊന്ന് പിടിച്ചു നിർത്തി. കർണാടകയുടെ ഒരു പ്രത്യേക ഭംഗി ആ സ്ഥലത്തിനുണ്ടായിരുന്നു. കൂടാതെ ചെറിയ ചാറ്റൽ മഴ. കുറച്ചു പേർ അതിനടുത്തുണ്ടായിരുന്ന വെള്ളച്ചാട്ടത്തിനടുത്ത് പോയി ഫോട്ടോസ് എടുത്ത് സന്തോഷിച്ചു. Winter
പതുക്കെ അവിടെ നിന്ന് നീങ്ങി തുടങ്ങി. നാട്ടിലോട്ട് ഞാൻ വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സർപ്രൈസായിട്ടാണ് പോകുന്നത്. ஒரு போரான இது எங்கள் சொர்க்கம். உங்களில் குழந்தைகள் இல்லை, உயிர் மட்டும் தான் பக்கம். குசல்களின் மண் பயம் எதுவும் இல்லை, என குளிரினில் நடுக்கம். தினம் ஒரு போரான இது எங்கள் சொர்க்கம். உங்களில் குழந்தைகள் இல்லை, உயிர் மட்டும் தான் பக்கம். சுற்றி வயது குண்டர்களின் மண். Nadir